നമസ്കാരം. HD പ്ലാൻ.ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5 സെന്റിൽ നിർമ്മിക്കാവുന്ന 928 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാൻ ഡീറ്റെയിൽസും എലിവേഷനും എസ്റ്റിമേഷൻ ഡീറ്റെയിൽസുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന്റെ കാർപ്പറ്റ് ഏരിയ 928 സ്ക്വയർ ഫീറ്റും പ്ലിന്ത് ഏരിയ 1159 സ്ക്വയർ ഫീറ്റുമാണ്. ഇതാണ് വീടിന്റെ പ്ലാൻ. വരാന്ത, ലിവിംഗ് റൂം, പൂജാ റൂം, ഡൈനിങ് ഏരിയ, സ്റ്റോർ റൂം, കിച്ചൺ, ഒരു കോമൺ ടോയ്ലറ്റ്, വർക്ക് ഏരിയ എന്നിവയാണ് ഈ വീടിനുള്ളത്. വരാന്തയിൽ നിന്നും മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നത് 5.7 മീറ്റർ നീളവും 3.3 മീറ്റർ വീതിയുമുള്ള ലിവിംഗ് റൂമിലേക്കാണ്. ലിവിംഗ് റൂമിന്റെ ഇടതുവശത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിനോടനുബന്ധിച്ച് ടോയ്ലറ്റ് സ്റ്റെയർകേസ് ലാൻഡിങ്ങിന്റെ താഴെയായി കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോർ തുറക്കുമ്പോൾ തന്നെ കാണുന്ന രീതിയിൽ പൂജാ റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. 4 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. കിച്ചണും വർക്ക് ഏരിയയും ഒരുമിച്ച് വരുന്ന രീതിയിൽ നീളത്തിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 10.3 മീറ്റർ നീളവും 10.9 മീറ്റർ വീതിയുമാണ് വീടിന്റെ ടോട്ടൽ ഡയമെൻഷൻ വരുന്നത്. ഇനി നമുക്ക് വീടിന്റെ എലിവേഷൻ കണ്ടു നോക്കാം. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി ഇന്റർലോക്കിംഗ് ബ്രിക്സ് യൂസ് ചെയ്ത് നിർമ്മിക്കുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെങ്കല്ല് അഥവാ ലാറ്ററൈറ്റ് സ്റ്റോൺ നല്ല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള കണ്ണൂർ, കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ ഇന്റർലോക്കിംഗ് ബ്രിക്സിനേക്കാൾ ലാഭകരമായി വരിക ചെങ്കല്ല് തന്നെയായിരിക്കും. വീടിന്റെ ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വളരെ സിമ്പിളായാണ് എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇന്റർലോക്കിംഗ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വീടിന്റെ എക്സ്റ്റീരിയർ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് വീടിന്റെ ചിലവ് കുറയ്ക്കുന്നതിന് സഹായിക്കും. കോർണറുകളിലും ലിന്റൽ വരുന്ന ഭാഗത്തും മാത്രമാണ് എക്സ്റ്റീരിയർ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൺഷെയ്ഡ് വീടിന് ചുറ്റുമായി നൽകുന്ന രീതി ഒഴിവാക്കി വിൻഡോസ് വരുന്ന ഭാഗത്ത് മാത്രം നൽകുന്നത് ചെലവ് ചുരുക്കുന്നതിന് സഹായിക്കും. തടി കൊണ്ടുള്ള വാതിലുകൾക്കും ജനാലകൾക്കും പകരം സ്റ്റീൽ, അലുമിനിയം, UPVC തുടങ്ങിയ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ലാഭകരമായിരിക്കും. ഈ വീടിന്റെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റായി കണക്കാക്കുന്നത് 10 ലക്ഷം രൂപയാണ്. വീട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ വീടിന്റെ ചെലവ് നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ സാധിക്കും. ഈ വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുവാനും കൂടാതെ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.